ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവകരുണയെ ധ്യാനിച്ച് കടന്നു പോകുന്ന ദിനങ്ങളാണല്ലോ ഇത്. എൻ്റെ സ്വർഗസ്ഥനായ കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുന്ന ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പിതാവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് നമുക്കറിയാം. ഈ ദൈവകരുണയായിട്ട് ബന്ധപ്പെട്ട് നടന്നൊരു സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഒരു അച്ഛൻ തന്നെ പ്രസംഗത്തിലൂടെ പറഞ്ഞ സംഭവമാണ്. അതിങ്ങനെയാണ്: ഒരു കൊച്ചച്ഛൻ, ഒരു യുവ വൈദികൻ ഒരു ആശുപത്രിയിൽ ഒരു രോഗിയുടെ കുമ്പസാരം കേൾക്കാൻ വേണ്ടി വരികയാണ്. കുമ്പസാരം കേട്ട് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഒരു കന്യാസ്ത്രീ, ഒരു സിസ്റ്റർ വന്നിട്ട് അച്ഛനോട് പറയുന്നു, അച്ഛന് തിരക്കില്ലെങ്കിൽ അപ്പുറത്തൊരു അപ്പച്ചനും കൂടി ഉണ്ട്, ആ അപ്പച്ചനും കൂടി കുമ്പസാരം ഒന്ന് കേട്ടിട്ട് പോകാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അച്ഛൻ പറഞ്ഞു ഓക്കെ, കേട്ടിട്ട് പോവാം എന്ന് പറഞ്ഞ് ആ മുറിയിലേക്ക് ചെല്ലും. മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞ് ഗ്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ അപ്പച്ചൻ ചോദിക്കുകയാണ്, താങ്കളൊരു വൈദികനാണോ? അപ്പം പറഞ്ഞു അതെ, ഞാനൊരു വൈദികനാണ്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ റൂം, എൻ്റെ മുറിയിൽ നിന്ന് പുറത്തോട്ട് പോകും, എൻ്റെ മുറിയിൽ ഇരിക്കണ്ട. അപ്പോൾ അത് വൈദികനെ സംബന്ധിച്ച് ഒത്തിരി വിഷമമായി. പക്ഷെ ആ വൈദികൻ ചിരിച്ചുകൊണ്ട് ആ അപ്പച്ചൻ്റെ സൈഡിൽ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അപ്പച്ചൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നോട്ടെ? അപ്പോൾ ഇരുന്നോ, പക്ഷെ എൻ്റെ അടുത്ത് ദൈവിക കാര്യങ്ങളോ കുമ്പസാരിക്കാനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ. അവിടെ ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ട് വൈദികൻ ചോദിച്ചു, ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് ഇരുന്നിട്ട് കരുണയുടെ ജപമാല ഒന്ന് ചൊല്ലിക്കോട്ടെ? അപ്പം പറഞ്ഞു, താങ്കൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, പക്ഷെ എന്നെ ഇതിലേക്ക് വലിച്ചിറക്കരുത്, എന്നെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത്. അപ്പം ഈ കൊച്ചച്ഛൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരുണയുടെ ജപമാല ഈ അപ്പച്ചന് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ ജപമാല ചൊല്ലി തീർന്നതിൻ്റെ അവസാനം ഈ അപ്പച്ചൻ ഈ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ, ദൈവം എല്ലാ പാപങ്ങളും ക്ഷമിക്കുമോ? അച്ഛൻ പറഞ്ഞു തീർച്ചയായും, എൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുമോ ഞാൻ ചെയ്തത്? അപ്പം അച്ഛൻ പറഞ്ഞു തീർച്ചയായിട്ടും ക്ഷമിക്കുമോ അപ്പച്ച? അപ്പോൾ പറയാണ്, ഞാനൊരു ട്രെയിൻ ഡ്രൈവർ ആയിരുന്നു. ഞാൻ ഒരിക്കലും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത്, ട്രെയിൻ ഓടിക്കുന്ന സമയത്ത് നിർത്തേണ്ട സ്ഥലത്ത് ട്രെയിൻ നിർത്താതെ ട്രെയിൻ മുൻപോട്ട് പോവുകയും കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലിയെ ആ കാറിൽ ഇടിച്ച് ആ ഫാമിലിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഫാമിലിയിലെ കാറിലുണ്ടായ എല്ലാവരും തന്നെ മരിച്ചുപോയി. ദൈവം എന്നോട് ഈ പാപം ക്ഷമിക്കുമോ? അപ്പൊ ഈ അച്ഛൻ ചോദിച്ചു, എത്ര വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത്? 10-21 വർഷം മുമ്പാണ് നടന്നത്. ഏത് സ്ഥലത്ത് വെച്ചാണ് നടന്നത്? ഇന്ന സ്ഥലത്ത് വെച്ചാണ് നടന്നത്. അപ്പം ഈ യുവ വൈദികൻ പറയുകയാണ്, ഇത്ര വർഷങ്ങൾ, 21 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുടുംബം, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും സഹോദരങ്ങളും ഈ പറഞ്ഞതുപോലെ എൻ്റെ ഗ്രാൻഡ് പാരൻസിനൊക്കെ കാണാൻ വേണ്ടിയിട്ടോ മറ്റോ ഒരു യാത്രയിലായിരുന്നു. അന്ന് ഞാൻ അവരുടെ കൂടെ പോയില്ല, ഞാൻ അവരുടെ കൂടെ പോവാതെ മാറി നിന്നു. അങ്ങനെ എന്ന സമയത്ത് അവര് ഒരു ട്രെയിൻ ആക്സിഡന്റിലാണ് കൊല്ലപ്പെടുക. അത് ഈ പറയുന്ന സ്ഥലത്താണ്. അതായത് എൻ്റെ കുടുംബമാണ് ആ ട്രെയിൻ ആക്സിഡന്റിൽ, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ് ആ ട്രെയിൻ ആക്സിഡന്റിൽ മരിച്ചത്. അപ്പച്ച, ഞാൻ നിങ്ങളോട് പൂർണ്ണമായി ക്ഷമിക്കുന്നു. ഞാൻ അനാഥനായിപ്പോയി, ഞാൻ നിങ്ങളോട് പൂർണ്ണമായി ക്ഷമിക്കുന്നു. എനിക്ക് അപ്പച്ചനോട് ക്ഷമിക്കാൻ സാധിക്കുമെങ്കിൽ എത്രയോ അധികമായി ദൈവമായ പിതാവ് അപ്പച്ചനോട് ക്ഷമിക്കുകയില്ല. ഇനി അച്ഛൻ ചോദിക്കുക. എന്നിട്ട് ഈ അച്ഛൻ ചോദിച്ചു, അപ്പച്ച, അപ്പച്ചനൊന്ന് കുമ്പസാരിക്കാൻ പറ്റുമോ? ഞാൻ അപ്പച്ചൻ്റെ കുമ്പസാരം കേട്ടോട്ടെ. നിറ കണ്ണുകളോടെ അപ്പച്ചൻ കുമ്പസാരിക്കുകയാണ്. അച്ഛൻ അവസാന ആശീർവാദം, കുമ്പസാരത്തിന് പാപോചന ആശീർവാദം കൊടുക്കുകയാണ്. അപ്പച്ചൻ്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം, വലിയൊരു കനം മാറിപ്പോകുന്നു. അപ്പച്ചൻ സന്തോഷവാനാകുന്നു. ആ വൈദികൻ പുറത്തേക്ക് ഇറങ്ങി കുമ്പസാരിപ്പിച്ചു എന്ന കാര്യം ആ പറഞ്ഞ സിസ്റ്ററോട് പറയാനായിട്ട് അറ്റൻഡറോട് ചോദിക്കുക, ആ സിസ്റ്റർ എവിടെ? അറ്റൻഡർ പറഞ്ഞു, ഈ ആശുപത്രി അങ്ങനെ ഒരു കന്യാസ്ത്രീയിൽ ആരുമില്ല. അപ്പം തിരിഞ്ഞു നോക്കിയപ്പം കുറച്ച് ഫോട്ടോസിന്റെ കൂട്ടത്തിൽ ഒരു സിസ്റ്ററിന്റെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, ഇത് ഈ സിസ്റ്ററാണ് എൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിപ്പിക്കാൻ പോകാനായിട്ട് പറഞ്ഞത്. അപ്പൊ അറ്റൻഡർ പറഞ്ഞു, അത് മനസ്സിലായില്ലേ, അത് സിസ്റ്റർ ഫൗസ്റ്റീനയാണ്, അത് വിശുദ്ധ ഫൗസ്റ്റീനയുടെ പടമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. ഫൗസ്റ്റീനയ്ക്ക് കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഒന്നാണല്ലോ അത്. ഈ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പാപികൾക്ക് പോലും മാനസാന്തരം ഉണ്ടാവും എന്നുള്ളതാണ്. കരുണയുള്ള കർത്താവിൻ്റെ ഈ കരുണയ്ക്ക് മുൻപിൽ ഈ നാളുകളിൽ ധ്യാനിച്ചു ഒരുങ്ങുമ്പോൾ പ്രത്യേകമായി ഫൗസ്റ്റീൻ ഡയറിയിലൂടെ ഈശോ പറയുന്ന ഒരു കാര്യം, നിന്റെ കരുണ ഉജ്ജ്വലിക്കട്ടെ, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ കരുണ പ്രകാശിക്കട്ടെ. ശ്രദ്ധിക്കണമേ, ആ അച്ഛൻ ആ അപ്പച്ചനോട് കരുണ കാണിച്ച അപ്പച്ചൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു. അത് ഒരു മോഡലായിട്ട് മാറുന്നു ദൈവ കരുണയുടെയും ദൈവക്ഷമയുടെയും. നമ്മൾ ക്ഷമ കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്.
ഒത്തിരി പേര് ബ്രോക്കണായിട്ട് നടക്കുമ്പോൾ, നമ്മൾ ദ്രോഹിച്ചവരുടെയൊക്കെ മനസ്സിലൊരു ബ്രോക്കൺനെസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വലിയ പാപബോധം ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് കരുണ കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. തീർച്ചയായിട്ടും ആ കരുണയിലൂടെ ദൈവകരുണ ആ ആത്മാവിന് മനസ്സിലാവുകയും അപ്രകാരം ഈശോ ഫൗസ്റ്റിനോട് പറഞ്ഞതുപോലെ ദൈവകരുണ ഉജ്ജ്വലിപ്പിക്കപ്പെടുകയും ചെയ്യും. ഞാൻ എൻ്റെ അപ്പൻ്റെ കാര്യം നിങ്ങളോട് പറയാം. എൻ്റെ അപ്പന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട്ടുകാരൻ അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അപ്പച്ചൻ നവീകരണത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ അപ്പനൊരു പ്രത്യേകതയുണ്ട്. ഈ അപ്പന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈ ഭാഗം നോക്കി, എൻ്റെ ഈ ഭാഗം നോക്കിയാൽ അറിയാൻ പറ്റും. കാരണം അങ്ങനെ വീർത്തു വരും, ഈ രണ്ട് സൈഡും ഇങ്ങനെ പല്ല് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ വീർത്തു വരും. എൻ്റെ അപ്പൻ്റെ ദേഷ്യം വന്നാൽ പല്ലിറും ഭയങ്കരമായിട്ട്. ഞാൻ നവീകരണത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ അപ്പൻ ഒത്തിരി കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, എൻ്റെ അമ്മയുടെ മൂത്ത ആങ്ങള ആദിർവാനസീനെ വിളിക്കാൻ വന്നപ്പം അപ്പം ഞാൻ പള്ളിയിലായിരുന്നു. ഞാൻ പള്ളിയിൽ നിന്ന് വിളിച്ചു വരുത്തി. അപ്പം അങ്കിള് പുറത്ത് വന്നിട്ടുണ്ട്, ഇറങ്ങി വന്നു. അങ്കിള് പറഞ്ഞു, അളിയ മകൻ്റെ ആദിർവാന സ്വീകരണമാണ്. അപ്പം പറയുന്നു, കഴിഞ്ഞോ, വിളിച്ചു കഴിഞ്ഞോ? ഇങ്ങനെയാണ് എൻ്റെ അപ്പൻ്റെ മറുപടി കേട്ട് അപ്പം പള്ളിക്കകത്തേക്ക് തിരിച്ചു പോയി. അങ്കിൾ എന്നോട് ചോദിക്കും, എന്ത് മനുഷ്യനാണ് പുള്ളി, ധ്യാനം കൂടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആദിർവാന സ്വീകരണത്തിന് ഡേറ്റ് അടുത്ത് വരുന്നു. ഞാൻ ആ കാര്യം വിട്ടു, കാരണം എന്തായാലും വിടൂല. ഞാനും അമ്മ ആ കാര്യം വിട്ടു. പക്ഷെ ആദിർവാനത്തിന് തലേ ദിവസം എൻ്റെ അപ്പം പറയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും പോണെങ്കിൽ പോകാം. എനിക്കത് ലോട്ടറി അടിച്ചൊരു സന്തോഷമാണ്, കാരണം വിടാത്ത ഒരാൾ വിട്ടതാണല്ലോ. അങ്ങനെ അമ്മയുടെ വീട്ടിൽ പോയി. പിറ്റേ ദിവസം ആദിർവാൻ. അപ്പോൾ എല്ലാവരും പണ്ടടിച്ചു, നിങ്ങളെ വിട്ടോ? പറഞ്ഞാൽ ഞങ്ങൾ വിട്ടു. പിറ്റേ ദിവസം പള്ളിയിൽ ഞങ്ങൾ ചെല്ലുമ്പം എല്ലാവരും വളരെ സൈലൻ്റാണ്. അപ്പോൾ നോക്കുമ്പോഴുണ്ട്, വരില്ല എന്ന് പ്രതീക്ഷിച്ച എൻ്റെ അപ്പൻ എല്ലാവരും വരുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറി മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ആഘോഷത്തിൻ്റെ തന്നെ പ്രതീതി മാറിപ്പോയി എല്ലാവരും. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കമന്റ് പറയാൻ തുടങ്ങി, പുള്ളി വീട്ടിൽ വരില്ല, പള്ളി ആയതുകൊണ്ട്, പള്ളി എന്ന് ധ്യാനമൊക്കെ കൂടിയതുകൊണ്ട് പള്ളി വന്ന് പ്രാർത്ഥിച്ചിട്ട് ആള് തിരിച്ചു പോകും. ഞാനപ്പം പള്ളിയിൽ ഇരിക്കുമ്പോഴെല്ലാം ഞാൻ നോക്കുമ്പോൾ അപ്പൻ്റെ ഈ രണ്ട് സൈഡും ഇങ്ങനെ വീർത്തു വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അപ്പം നല്ല ദേഷ്യവും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് എല്ലാവരുടെയും സർപ്രൈസ്, എല്ലാവരും വീട്ടിലെത്തിക്കുന്ന അപ്പനും വന്നു. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, വന്ന് കണ്ട് വിഷ് ചെയ്തിട്ട് അങ്ങ് പോകും. പക്ഷെ അപ്പൻ അവിടെ കൂടെ ഇരുന്നു, ഭക്ഷണം കഴിച്ചു. എൻ്റെ കസിന് ഗിഫ്റ്റ് കൊടുത്തു. അപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും അവിടെ നിൽക്കുമ്പോഴും ഞാൻ അപ്പൻ്റെ ഈ രണ്ട് സൈഡ് നോക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യം വീർത്ത് നിൽക്കുകയാണ്. അതിൻ്റെ അടുത്ത് ഈ മനുഷ്യൻ ദേഷ്യമില്ലായ്മയല്ല ക്ഷമിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, എല്ലാം മറക്കുന്നതുമല്ല ക്ഷമിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഈശോ കരുണ കാണിച്ചതുപോലെ ഞാൻ ക്ഷമിക്കേണ്ടവരാണെന്ന് അറിഞ്ഞിട്ട് ദേഷ്യത്തെ അടക്കി നിർത്തി മനുഷ്യനോട് ചിരിച്ചെല്ലാവരോട് സംസാരിക്കുന്നു. അന്നത്തെ ആഘോഷത്തിന് ഒരു ഡിഫറെൻറ്റ് കളറായിരുന്നു. അതൊരു വല്ലാത്ത സാക്ഷ്യമായിരുന്നു. ഇതേ ആങ്ങളെയാണ് അപ്പം മരിക്കുന്നതിന് മുമ്പ് അപ്പൻ്റെ അടുത്ത് ഏറ്റവും അവസാനമായിട്ട് വന്ന് അവർ സംസാരിച്ചത്, കരഞ്ഞുകൊണ്ട് പരസ്പരം. അപ്പൻ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്, ബേബി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അമ്മയുടെ ആങ്ങളെ പറയാണ്, അളിയ ഞാൻ പ്രാർത്ഥിക്കാം, അളിയ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ദൈവം അളിയനെ അനുഗ്രഹിക്കും. കരഞ്ഞുകൊണ്ട്, അതായത് രണ്ടുപേരും അളിയനും കരഞ്ഞുകൊണ്ട്, അതായത് ആ റിക്കൺസിലിയേഷൻ പൂർണ്ണമാകുന്നൊരു വേദിയാണ്. നമ്മുടെ കരുണ ഈശോ പറഞ്ഞതിൽ പ്രജ്വലിക്കുന്നിടത്ത് നമുക്ക് കരുണ കിട്ടുന്നത് മാത്രമല്ല, നമ്മുടെ മരണ നേരത്ത് ആനന്ദത്തോടുകൂടി ഒരുങ്ങാനും നന്നായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റും. കരുണ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കരുണ ഒരു ആഘോഷമാക്കി മാറ്റുക, അതാണ് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം. കരുണ ഒരു ആഘോഷമാക്കുക. ആ അച്ഛൻ്റെ കഥയിലൂടെ, ഞാൻ പറഞ്ഞ എൻ്റെ അപ്പൻ്റെ കഥയിലൂടെ മറക്കലല്ല ക്ഷമ, എല്ലാം അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ കടിച്ചു പിടിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ക്ഷമിക്കാനുള്ള ഒരിടത്ത് നമ്മൾ നിൽക്കേണ്ടി വരും. അങ്ങനെ നിന്ന് ക്ഷമ പ്രജ്വലിക്കട്ടെ. നല്ലൊരു അന്ത്യം, നല്ലൊരു ജീവിതം, നല്ലൊരു സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.